ഒരു ബ്രൈഡൽ ബ്യൂട്ടി പാർലറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഈ ബ്രൈഡൽ ബ്യൂട്ടി പാർലർ ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട സർവീസുകൾ ഏതാണെന്ന് നോക്കണം. ആദ്യത്തേത് ഒന്ന് ബ്രൈഡൽ മേക്കപ്പ് ആണ്. രണ്ടാമത്തേത് ബ്രൈഡൽ ഡ്രസ്സസിൻ്റെയും ബ്രൈഡൽ ഓർണമെൻറ്റ്സിൻ്റെയും ഒക്കെ റെൻറ്റിങ് ആണ് ഈ സ്ഥാപനം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 സർവീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സോഷ്യൽ മീഡിയക്കകത്ത് ആഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളാണ് ക്ലയൻറ്റ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എവിടെയാണ് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടാർഗറ്റ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ആരെയാണ്? ബ്രൈഡൽ സർവീസസ് ആണ്. ബ്രൈഡിന് ആവശ്യമായിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ടാർഗറ്റ് ചെയ്യേണ്ടത് പെൺകുട്ടികളെയാണ്. 18നും 25നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുകയാണ്. കാരണം 18നും 25നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് വിവാഹിതയാകാൻ വേണ്ടി പോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ, അല്ലെ അടുത്ത ആഴ്ചകൾ, അല്ലെ അടുത്ത മാസങ്ങൾ, അടുത്ത വർഷങ്ങൾക്കുള്ളിൽ വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടികളെയാണ് ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്താൽ പോരാ. എന്തുണ്ട്? ആ പെൺകുട്ടികളുടെ ഇത്തരം വിവാഹം പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ തീരുമാനമെടുക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ട. അവിടെ 2 വിഭാഗമുണ്ട്. ഒന്ന് അവരുടെ ഫ്രണ്ട്സ്, അതേപോലെ അവരുടെ പാരൻസ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യേണ്ടത് 18നും 25നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ, അവരുടെ ഫ്രണ്ട്സിനെ, അതേപോലെ അവരുടെ പാരൻസിനെ. ഈ 3 വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത് ക്രിയേറ്റീവ്സിനകത്ത് വളരെ കൃത്യമായി പോസ്റ്റേഴ്സും അതേപോലെ വീഡിയോസ്, മോഷൻ ഗ്രാഫിക്സ് ഉൾപ്പെടെ ഉള്ള വീഡിയോസ് നമ്മളിവിടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ വീഡിയോസ് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് മുൻപ് നമ്മൾ നടത്തിയിട്ടുള്ള മേക്കപ്സിൻ്റെ, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കൊടുത്തിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള, ഡ്രസ്സസ് ഉപയോഗിച്ചിട്ടുള്ള ഇവൻസിൻ്റെ ഒക്കെ പിക്ചേഴ്സ്, വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നത് പുതിയ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇംപ്രഷൻ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റ് എവിടെ പ്ലേസ് ചെയ്യണം? സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സമയത്ത് വളരെ വിശാലമായ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ യൂത്ത് എവിടെയാണോ ഉള്ളത്, നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയാണോ ഉള്ളത്, അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മളുടെ ഏരിയക്കനുസരിച്ച്, ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള യൂത്ത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റയുമാണ്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും, ഇനി ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാവുന്ന ഏരിയ എന്ന് പറയുന്നത് റീൽസിനാണ്. ഒരു ഡിസ്പ്ലേ പോസ്റ്ററിനേക്കാൾ ഉപരി റീൽസിനാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ റീൽസ് ആയിട്ടുള്ള വീഡിയോ അഡ്വർടൈസ്മെൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ 3 കാര്യങ്ങളാണ് ഒരു ബ്രൈഡൽ മേക്കപ്പ്, അതേപോലെ ബ്രൈഡൽ ഓർണമെൻറ്റ്സ്, ബ്രൈഡൽ ഡ്രസ്സസ് റെൻ്റ് ഔട്ട് ചെയ്യുന്ന മേക്കപ്പ് സർവീസ് ഓഫർ ചെയ്യുന്ന ഒരു ബ്യൂട്ടി പാർലറിന് നിലവിലുള്ള സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഏറ്റവും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉപയോഗിക്കാൻ കഴിയാവുന്ന 3 പ്രധാനപ്പെട്ട വഴികൾ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.